ഹലോ ഫ്രണ്ട്സ്, ഇന്നലെ ഒരു അപ്ഡേറ്റ് ഇടാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. പക്ഷെ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റി. കൈയൊക്കെ ഈ ഒരു പരുവത്തിലായി. എന്തായാലും നോക്കാം. ഒരു ടീസർ റിവ്യൂ അല്ല, അപ്ഡേറ്റ് തന്നെയാണ്. മിസ്സായി പോയ ഒരു അപ്ഡേറ്റ് ഇതുവഴി കൂടെ കവർ ചെയ്യുന്നത് മാത്രം. ദൃശ്യം 3 2013 തുടങ്ങിയ യാത്രയാണ്. ഇപ്പോൾ ദൃശ്യം 3 2026 വരെ എത്തി നിൽക്കുവാണ്. മേഡം രണ്ടാം ഭാഗം ഒബീസിയലി തിയേറ്ററിൽ നിന്ന് നല്ല കിടിൽ എക്സ്പീരിയൻസ് കിട്ടണമെന്ന് പകരം OTT റിലീസ് ചെയ്ത്. പക്ഷേ മൂന്നാം ഭാഗം ജോർജ് കുട്ടി എന്നുള്ള ക്യാരക്ടറിന് ഇപ്പോഴും നല്ല പേടിയുണ്ട്. തൻ്റെ പുറകെ ഇനി ആരൊക്കെയോ വരുന്നുണ്ടെന്ന പേടി ഇപ്പോഴും ഉണ്ട് എന്നൊരു ഇതും കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ ടീസർ വന്നത് തന്നെ. ഗീതാ പ്രഭാകർ ഇപ്പോഴും ജോർജ് കുട്ടിയുടെ പുറകെ തന്നെയുണ്ട്. പുള്ളിക്കാരിക്ക് വേണ്ടതൊക്കെ ജോർജ് കുട്ടി കൊടുത്തിട്ട് പോലും എന്തിനാണ് ഇവരുടെ പുറകെ പോകുന്നതെന്ന് പറഞ്ഞ് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. പക്ഷേ ജസ്റ്റ് ഒരു ടീസർ മാത്രമാണ്. വരുന്ന 21-ാം തീയതി അറിയാം. സിനിമയുടെ ഡ്യൂറേഷൻ ഏകദേശം പുറത്ത് വന്നിട്ടുണ്ട്. സിനിമയ്ക്ക് ഏകദേശം 2.5 മണിക്കൂറോളം ഡ്യൂറേഷൻ വരുന്നുണ്ട്. സെൻസർ കഴിഞ്ഞിട്ടൊന്നുമില്ല. എന്തായാലും ഫൈനൽ ഔട്ട്പുട്ട് വരട്ടെ, നോക്കാം. പേഴ്സണലി ഞാൻ പറയുവാണ്, ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു ഹിന്ദി സിനിമയുടെ രണ്ടാം ഭാഗമായിരിക്കും ടുംബാഡ്. സിനിമയുടെ രണ്ടാം ഭാഗത്തിന് വേണ്ടി ഞാൻ നല്ല കട്ട വെയിറ്റിംഗ് ആണ്. ഒന്നാം ഭാഗം കണ്ടപ്പോൾ തൊട്ടേ. പക്ഷേ കഷ്ടകാലം എന്താണെന്ന് വെച്ചാൽ സിനിമ ഈയിടയ്ക്ക് ഒന്നും റിലീസിനില്ല. 2027 പ്രതീക്ഷിച്ചാൽ മതി. ഒരു പോസ്റ്റ് അവർ പുറത്തു വിട്ടിട്ടുണ്ട്. ഹണി റോസ് മെയിൻ ലീഡിലെത്തിയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. ഒരു ഫീമെയിൽ ഓറിയൻ്റ് മൂവിയായിരുന്നു റേച്ചൽ. സിനിമ തിയേറ്ററിൽ ഒരു ആവറേജ് വിജയം മാത്രമേ നേടിയിട്ടുള്ളായിരുന്നു. 49ാമത് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് വെച്ച് പുള്ളിക്കാരിക്ക് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ബെസ്റ്റ് ആക്ട്രസിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം.